ഹായ് ഹലോ, ഇന്നൊരു സൺഡേ വ്ളോഗ് ഇടാമെന്ന് കരുതി കേട്ടോ. ഇന്ന് കർക്കിടകം 4. അപ്പം ഞങ്ങൾ കർക്കിടകം 1 അമ്പലത്തിൽ പോകണമെന്നൊക്കെ കരുതിയതായിരുന്നു, പക്ഷെ പറ്റിയില്ല. പിന്നെ ശ്രീയേട്ടൻ പറഞ്ഞു നമുക്ക് സൺഡേ എന്തായാലും ലീവാണല്ലോ, അപ്പം അന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുങ്ങുവാണ്. അമ്പു ആണെങ്കിൽ എന്നും എണീക്കാൻ 9 മണി 9:30 ആവും. അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റേൻ്റെതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സെറ്റ് മുണ്ട് ഉടുക്കുന്നതിന് മുന്നേ തന്നെ അമ്പുവിനെ വേഗം കുളിപ്പിച്ചു കേട്ടോ. ചൂടുവെള്ളത്തിലാണ് കുളിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തണുപ്പല്ലേ, അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ആൾ ബാക്കിൽ വന്ന് പുതച്ചു മൂടി കിടക്കുന്നുണ്ട്. ഞാൻ കർക്കിടകം 1 തൊട്ട് തന്നെ എനിക്ക് പറ്റുന്ന പോലെ ശീബോധിക്ക് വെച്ച് തുടങ്ങിയിരുന്നു കേട്ടോ. ഒരു 12 ദിവസം വെക്കാന്നൊക്കെ കരുതുന്നുണ്ട്, എന്താവും എന്നറിയില്ല. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ വിളക്ക് വെക്കുകയാണ് കേട്ടോ. ഞങ്ങൾ തറവാട്ടിലായിരിക്കുമ്പോഴും ഇങ്ങനെ കർക്കിടക മാസത്തിൽ ശീബോധിക്ക് വെക്കുമായിരുന്നു. വീട്ടിലായിരിക്കുമ്പോൾ കർക്കിടക സംക്രാന്തി ഉണ്ടാക്കാനും ശീബോധിക്ക് വെക്കാനൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു. അപ്പോൾ വിളക്ക് വെക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്പൂനുള്ള കുറുക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങിയതിന് ശേഷം നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അമ്പൂസ് പിന്നെ അത്രയും നേരം വിശന്നിരിക്കണ്ടേന്ന് കരുതിയിട്ട് ഞാൻ വേഗം കുറുക്ക് ഉണ്ടാക്കിയിട്ട് കൈ പിടിക്കുവാണ്. എന്നാൽ പിന്നെ നമുക്ക് കാർന്ന് കൊടുക്കാമല്ലോ. ഇതൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും നമ്മൾ ഏകദേശം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇറങ്ങാൻ. അമ്പൂസ് എണീറ്റ് കിട്ടാനുള്ളൊരു പാടുകൊണ്ടാട്ടോ നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവൻ എന്നും 9 മണിക്ക് എണീക്കുന്ന ആളല്ലേ. പിന്നെ പുറത്ത് നല്ല മഴയും, ഞങ്ങൾക്ക് തന്നെ എണീക്കാൻ നല്ല മടിയായിരുന്നു. പിന്നെ ഈ ശ്രീയേട്ടന് ഇന്ന് മാത്രമേ കിട്ടുകയുള്ളൂ, വർക്കിംഗ് ഡേയ്സിലൊന്നും മൂപ്പര് കിട്ടില്ല. ഞങ്ങൾ വേഗം ഒരുങ്ങി ഇറങ്ങുവാണ് കേട്ടോ. ുണ്ടേ അമ്പലത്തിലെത്തിയില്ല കുഞ്ഞ തുണ്ടി. വളയനാട് ദേവീക്ഷേത്രത്തിലേക്കാട്ടോ ഞങ്ങൾ പോയത്. പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യമായിട്ടാട്ടോ പോകുന്നത്. ഭാഗ്യത്തിന് അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ ചാറ്റിലുണ്ടായിരുന്നു. അച്ഛനും മോനും ഷർട്ടൊക്കെ ഊരി തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്ത് അമ്പലം ചുറ്റിയാണ് കേട്ടോ. വായോ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ തോന്നിയിട്ട് ഞങ്ങൾ വീഡിയോസ് ഫോട്ടോ ഒക്കെ എടുക്കുവാണ്. എങ്ങനെയൊക്കെയോ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തു എന്നല്ലാണ്ട് ശരിക്കും ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം അപ്പോഴേക്കും അമ്പൂസിന് നല്ല കുറുമ്പായിട്ടുണ്ടായിരുന്നു. തൊഴുത് ഇറങ്ങിയപ്പോഴേക്കും പിന്നെ നല്ല മഴ തുടങ്ങി, പിന്നെ നല്ല വിശപ്പും. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെ കയറി. ശ്രീയേട്ടന് മസാല ദോശയും എനിക്ക് നെയ് റോസ്റ്റും ആട്ടോ ഓർഡർ ചെയ്തത്. അമ്പു അവിടെ കടന്നിട്ടും കുറുമ്പ് കാണിക്കായിരുന്നു, കാരണം ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഒരു യുദ്ധം കഴിഞ്ഞ് ശ്രീയേട്ടൻ അവിടെ എടുത്ത് വണ്ടിയിൽ കയറി. ഞാൻ ശ്രീയേട്ടനോട് ചോദിക്കുകയായിരുന്നു, കുട്ടിയായതിനു ശേഷം നമ്മളുടെ അമ്പലത്തിൽ പോക്ക് എങ്ങനെയുണ്ട് എന്ന്. ശ്രീയേട്ടൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, നന്നായിട്ട് കുഴങ്ങിയിട്ടുണ്ട് എന്ന്. ഞാൻ വീട്ടിലെത്തി അപ്പോൾ തന്നെ വേഗം സെറ്റ് മുണ്ട് നനച്ചിട്ടു. മഴ കാരണം നല്ല ചളി ഉണ്ടായിരുന്നു സെറ്റ് മുണ്ടിൽ. പിന്നെ വേഗം ഉച്ചയ്ക്കുള്ള ചോറും ഉപ്പേരിയും കറിയും പപ്പടം എല്ലാം നമ്മൾ വേഗം തന്നെ റെഡിയാക്കി. അമ്പൂസിന് ഫുഡ് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി.
ഉറങ്ങി എണീറ്റപ്പോൾ വൈകുന്നേരത്തേക്ക് ശ്രീയേട്ടന് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ശ്രീയേട്ടൻ പഴം നെയ്യിൽ പൊരിക്കുകയായിരുന്നു കേട്ടോ. വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ശ്രീയേട്ടന് ഹെയർ ഒന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സലൂണിൽ പോയി. സലൂണിൽ അമ്പൂനെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട്. ശ്രീയേട്ടനെ മുടി വെട്ടാൻ ഇരുത്തി കഴിഞ്ഞാൽ അവൻ്റെ കരച്ചിൽ തുടങ്ങും. പപ്പേനെ അവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയാണ് അവന്. അമ്പൂസിൻ്റെ ഹെയറും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു വിധത്തിൽ അവൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങളുടെ ഒരു ഞായറാഴ്ച ദിവസം ഇങ്ങനെയായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്